കുറേ ദിവസമായി ടേസ്റ്റ് ഓഫ് ബീഹാർ ലിറ്റിൽ ചോക്കി എന്നൊക്കെ കാണുന്നു. ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ലിറ്റിൽ ചോക്കി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ചോദിച്ചപ്പോൾ 20 മിനിറ്റ് എടുക്കുന്നു. അപ്പം 20 മിനിറ്റ് വരെ ഇങ്ങനെ കോപ്രായൊക്കെ കാണിച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ നല്ല ചിക്കൻ കറി മുമ്പിൽ കൊണ്ടുവച്ചു. മസ്റ്റർഡ് ഓയിൽ ഉണ്ടാക്കിയ സാധനം ആയതുകൊണ്ട് കഴിക്കാൻ ഭയങ്കര ബോറായിരിക്കുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. ബട്ട് ചിക്കൻ കറി വാസ് ഓക്കെ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിറ്റിൽ ചോക്കി അഥവാ ആട്ടയിൽ കുഴച്ചിട്ട് ഉള്ളിൽ സ്റ്റഫൊക്കെ ചെയ്തിട്ട് നമ്മുടെ കനലിൻ്റെ മുകളിൽ ചുട്ടെടുത്തിട്ട് ഒന്നടിച്ച് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് തരും. അത് നമ്മൾ ചിക്കൻ കറി ചൂടോടെ എടുത്ത് ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം. പിന്നെ ചിക്കൻ്റെ ലെഗ് ഞാനൊക്കെ എടുത്ത് കടിക്കുന്ന പോലെ കടിച്ചാൽ നിങ്ങൾക്ക് അണ്ണാക്കിലെ തൊലി നാവുകൊണ്ട് തൊടുമ്പം അവിടെ നിന്ന് ഇങ്ങനെ ഇളകി വരുന്നൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് സഹിക്കേണ്ടി വരും, കാരണം പൊള്ളി കഴിഞ്ഞാൽ പൊള്ളി തന്നെയാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് നോക്കിയപ്പോൾ ഫുഡ് ഭയങ്കര അടിപൊളിയാണ്. നാളെ തന്നെ ബാംഗ്ലൂരേക്ക് പോരി അല്ലെങ്കിൽ ബീഹാറിലേക്ക് വന്നോ നിങ്ങൾ, എന്നിട്ട് ലിറ്റിൽ ചോക്കി കഴിക്കണം, മസ്റ്റ് ട്രൈ ആണെന്നൊന്നും ഞാൻ പറയണില്ല. നമ്മൾ പോകുമ്പം ഡിഫറെൻറ്റ് ഫുഡ്, ഡിഫറെൻറ്റ് ആൾക്കാർ, ഡിഫറെൻറ്റ് കൾച്ചറൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം ചില ഫുഡും ചില കൾച്ചറും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. പക്ഷേ നമ്മുടെ കൾച്ചറും നമ്മുടെ ഫുഡും നമുക്ക് തരുന്ന നൊസ്റ്റാൾജിക് എഫക്റ്റും അതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒന്ന് വേറെ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതിൽ കിട്ടും, ചിലതിൽ കിട്ടില്ല. ഇതിലെനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഫുഡ് വാസ് ഓക്കെ. ബൈ.